പുല്ലൂരിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് 6ാം ക്ലാസ്സുകാരനെ മോഷണക്കുറ്റം ചുമത്തി അല്ലെങ്കിൽ ചാപ്പ കുത്തി അതിക്രൂരമായി വർദ്ധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. സൂര്യഗായത്രി ഒരു പ്രതികരണം. 12 വയസ്സായ ഒരു കുഞ്ഞിനെ കാലിൽ കെട്ടിത്തൂക്കാൻ ശ്രമം നടന്നു എന്നതിൻ്റെ പരാതി പ്രകാരം കുട്ടിയുടെ പിതാവിൻ്റെ മൊഴി എടുക്കുകയും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പ്രതികളായ 2 പേരുണ്ട്. അവർ 2 പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. അതിൻ്റെ അന്വേഷണം അതിൻ്റെ കൃത്യമായിട്ടും നടക്കും. സ്ഥാപനത്തിനെതിരെയും ഈ സ്ഥാപനത്തിലെ കൃത്യമായിട്ടുള്ള ലൈസൻസ് മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്ന് പരിശോധിച്ച ശേഷം അതിന് ഇല്ല എങ്കിൽ തക്കതായ നടപടി സ്വീകരിക്കുന്നതാണ്. സൂര്യഗായത്രി സംഭവ സ്ഥലത്ത് നിന്ന് പുല്ലൂരിൽ നിന്ന് നമ്മോടൊപ്പം ചെയ്യുന്നു. സൂര്യഗായത്രി, എത്ര പേരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്? എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, വിവരങ്ങൾ? സുഹൈൽ, 2 പേരെയാണ് പുനലൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് തന്നെ അറിയിച്ചിരിക്കുന്നത്. പുനലൂരിലെ ലിവിംഗ് വാട്ടർ തിയോളജി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ അതിന് തൊട്ട് മുകളിൽ തന്നെ ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ടൊരു ഹോം സ്റ്റേ പോലൊരു സ്ഥാപനം, ഈ കാണുന്നതാണ് ആ ഹോം സ്റ്റേ. ഇവിടെ നിരവധിയായിട്ടുള്ള കുട്ടികൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ താമസിച്ചു പോന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു 12 വയസ്സുകാരനാണ് ഇവിടെ ഉള്ള ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായിട്ടുള്ള ഒരു സമീപനം നേരിടേണ്ടതായിട്ട് വന്നത് എന്നുള്ളതാണ്. 30-ാം തീയതി വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇവിടെ പാചകക്കാരനായിട്ടുള്ള ലിജു എന്ന് പറയുന്ന വ്യക്തിയുടെ പക്കൽ നിന്നും 500 രൂപ മോഷണം പോയി. ആ 500 രൂപ എടുത്തത് ഈ കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നുള്ളതാണ്. അത് കാലിൽ കയറുകൊണ്ട് കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ് പരാതിയിൽ പറയുന്നത്. 30-ാം തീയതി വരെയാണ് ഇവിടെ ഈ സ്റ്റേ ഉണ്ടായിരുന്നത്. അതായത് അതിനുശേഷം വെക്കേഷൻ ആരംഭിക്കുകയാണ്. 30-ാം തീയതി കുട്ടികളൊക്കെ തന്നെ വീട്ടിൽ പോകും. അന്നേ ദിവസം ആണ് ഈ കുട്ടി ഇവിടെ ഹോം സ്റ്റേ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ ഇവിടെ നടന്ന കാര്യം പറയുന്നത്. ഇവിടെ തൊട്ട് നമ്മൾ വരുന്ന സമയത്ത് ഈ കയറൊക്കെ തന്നെ ഈ ഹോം സ്റ്റേയുടെ പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ കാലിൽ കയറ് കെട്ടി തൂക്കാൻ ശ്രമിച്ചു. ഈ എന്തിനാണ് ഈ മോഷണം നടത്തിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു തൂക്കാൻ ശ്രമം നടത്തിയതെന്നുള്ളതാണ് കുട്ടി രക്ഷിതാവിനോട് പറഞ്ഞതും രക്ഷിതാവ് പിന്നീട് പോലീസിന് നൽകിയ പരാതിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പൈസ താൻ എടുത്തിട്ടില്ല എന്ന് കുട്ടി ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല ഈ ജീവനക്കാരൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലിജു എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു വാർഡൻ എന്ന് പറയുന്നു. തെളിവൊന്നുമില്ലാതെ ഒരു 12 വയസ്സുകാരന് കള്ളനെന്ന ചാപ്പ് കൊത്തി കെട്ടിത്തൂക്കാൻ നോക്കിയ സംഭവത്തിൽ ഇപ്പോൾ 2 പേർ പിടിയിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.